ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ കുറേ കാലമായി വീഡിയോസൊക്കെ ചെയ്തിട്ട്, കുറേ കാലം എന്ന് പറഞ്ഞാൽ 4 വർഷമായി വീഡിയോ ചെയ്തിട്ട്, കാരണം ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം മക്കളൊക്കെ ചെറുതായിരുന്നു, അപ്പോൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും സത്യം പറഞ്ഞാൽ സമയം കിട്ടിയിട്ടില്ല വീഡിയോ ചെയ്യാനായിട്ട്. വീഡിയോ ചെയ്താൽ എഡിറ്റ് ചെയ്യണം, വോയിസ് ഓവർ കൊടുക്കണം, അപ്പോൾ ഒരുപാട് സമയം അതിനുവേണ്ടി നമുക്ക് ചിലവഴിച്ചാൽ മാത്രമേ നമുക്ക് യൂട്യൂബിലോട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതാണ് വീഡിയോ ചെയ്യാത്തത്. പിന്നെ മക്കൾ ചെറുതായിരുന്നല്ലോ, രണ്ടുപേരും ഒരുപോലെ വാശി പിടിക്കും, കരച്ചിൽ, അങ്ങനെ ഒരുപാട് ബഹളങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് വീഡിയോ. അപ്പം വീണ്ടും ഞാൻ ഇപ്പം നമ്മുടെ ചാനൽ യൂട്യൂബിൽ പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ചാനലുകൾ പല ചാനലും നിർത്തലാക്കും എന്നുള്ളത് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജൂലൈ 15 അത്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ചാനൽ ഉറപ്പായിട്ടും പോയിട്ടുണ്ടാവും എന്ന്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊരു ചാനൽ വളർത്തിക്കൊണ്ട് വരുന്നത്. അത് പുതിയ യൂട്യൂബേഴ്സിന് അറിയാൻ വേണ്ടി പറ്റും. 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് കംപ്ലീറ്റ് ചെയ്ത ഒരു ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അത്രയും ഒരു വർഷം വീഡിയോ ചെയ്തിട്ട് അത്യാവശ്യം കുറച്ച് വ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചില വീഡിയോയ്ക്കൊന്നും വ്യൂസൊന്നും ഇല്ലായിരുന്നു, വളരെ കുറവായിരുന്നു. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടതായിട്ട് വന്നു. കാരണം അറിയാമല്ലോ, ചെറിയ മക്കളാണ്, അവരുടെ കാര്യങ്ങൾ നോക്കണം, എല്ലാം കൊണ്ടും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പം വീണ്ടും ഞാൻ വിചാരിച്ചു, എന്തിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി ചാനൽ കളയുന്നത്, എന്തിനാണെന്ന് വിചാരിച്ചാണ് വീണ്ടും ചാനൽ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. നമ്മുടെ വീടിനടുത്തുള്ളൊരു പാർക്കാണിത്. ഇവിടെയാണ് നമ്മൾ വൈകുന്നേരം മക്കളെയും കൊണ്ട് വരാറ്, കളിക്കാനും പിന്നെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഇവിടെയാണ് വരാറ് കേട്ടോ. ഈ ഏരിയയിലുള്ള എല്ലാ ആൾക്കാരും തന്നെ മിക്കവാറും തന്നെ ഇവിടെ വരാറുണ്ട്. കാരണം ഇവിടെ ഒരു എക്സസൈസ് പാർക്കും കൂടെയാണ് ഇത്. ഇവിടെ നല്ലൊരു പീസ്ഫുള്ളാണ് ഇവിടെ ഇരിക്കാനായിട്ട്. പ്ലാവൊക്കെ ഉണ്ട് കേട്ടോ, നിറച്ച് ചക്കയുണ്ട്. ചക്ക പ്ലാസ്റ്റിക് കവറും കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്, കിളികളൊന്നും കൊത്താതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ മുതിർന്നവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കേട്ടോ. കുട്ടികൾക്ക് അപ്പുറത്ത് പാർക്കുണ്ട്, മണലുണ്ട്, മണൽ വാരി കളിക്കാം. അപ്പോൾ ഒരുപാട് പിള്ളേരോട് കളിക്കാൻ വേണ്ടിയിട്ട് വരും ഇവരുടെ ഫ്രണ്ട്സ്. കുറച്ചും കൂടെ താമസിച്ചാണ് അവർ വരാറ്. ഞങ്ങളൊന്ന് നേരത്തെ ഇറങ്ങി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഇറങ്ങിയതാണ് ഇന്ന്, ആളുകളില്ലാത്ത സമയം നോക്കിയിട്ട്. ഈ പാർക്ക് നിറയെ ചെമ്പകപ്പൂക്കളാണ്, പലതരം കളറിലെ ചെമ്പകപ്പൂക്കളുണ്ട് ഇവിടെ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പച്ച പുല്ലിന് മുകളിൽ ചെമ്പകപ്പൂക്കൾ വീണ് കിടക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. ഇവർക്ക് ഇതാണ് പരിപാടി ഇവിടെ. മണൽ വാരി കളിക്കുക, വെള്ളമൊഴിച്ച് കുഴയ്ക്കുക, ഷേപ്പ് ഉണ്ടാക്കുക, അങ്ങനെയാണ് ഇവരുടെ കളി ഇവിടെ. ചെറിയൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും സിംഗപ്പൂരത്ത് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ എന്തെങ്കിലും അഭിപ്രായം, വീഡിയോയെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കുറച്ച് നാൾ ഞങ്ങളിവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള സമയത്ത് നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നു. പിന്നെ നാട്ടിൽ പോയതിന് ശേഷം നാട്ടിലെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ, ബൈ ബൈ.